ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സെക്രട്ടേറിയൽ സ്കോളർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷൻ വരെ ഡിസ്കസ് ചെയ്ത സെക്ഷൻ 10A ആയിരുന്നു. സെക്ഷൻ 11 ഓൾറെഡി ഒമിറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ്. സോ അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ആൻഡ് നൗ മൂവിങ് ഫോർവേഡ് ടു സെക്ഷൻ 12. സെക്ഷൻ 12 നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് ഫയലിങ്സിനെ പറ്റിയിട്ടായിരിക്കും. ഫോം INC 22 പറ്റിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഇത് ക്ലാസ് ആയിട്ട് കാണുമെന്നുള്ള ഒരു ഡിസ്കഷൻ മോഡിൽ ഇതിനെ കണ്ടാൽ മതി. സോ ദാറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഓൺ ആക്കി വെക്കുക, കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നതായിട്ട് കമ്പയർ ചെയ്യുക, ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സോ ചിലപ്പോൾ ഒരു പക്ഷേ ഈ സെക്ഷൻസൊക്കെ പൊതുവേ ക്ലാസ്സുകളിലൊക്കെ സ്കിപ്പ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. നമ്മൾ സെക്ഷൻ 23 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് പോകാറുള്ളത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻസിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒത്തിരിയേറെ പ്രാക്ടിക്കലി നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ യൂസ് ചെയ്യുന്ന സെക്ഷൻസാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഇൻകോർപ്പറേഷൻ ഓൺവേർഡ്സ്. ഇന്നലെ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്ഷൻ 10A ഉൾപ്പെടെ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ 12 ഉൾപ്പെടെ. അപ്പോൾ ഇത് പ്രൊഫഷണൽ ലൈഫിൽ ഒത്തിരിയേറെ നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരിക്കും, ഒത്തിരിയേറെ യൂസ്ഫുൾ ആയിരിക്കും. എനിവേ, മൂവിങ് ഫോർവേഡ് ടു സെക്ഷൻ 12, രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് കമ്പനി. A company shall, within 30 days of its incorporation and at all times thereafter, have a registered office capable of receiving and acknowledging all communications and notices as may be addressed to it. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കഷൻസിൽ പറഞ്ഞിരുന്നു, കമ്പനി ഇൻകോർപ്പറേഷൻ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി ഇൻകോർപ്പറേഷൻ ടൈമിൽ നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വിതിൻ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചെയ്യേണ്ടത് എങ്ങനെയാണ്? INC 22 എന്ന ഫോമിലൂടെയാണ് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക. ഈ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ റെൻറ്റ് എഗ്രിമെൻ്റ് ആണെങ്കിൽ റെൻറ്റ് എഗ്രിമെൻ്റ്, ഇല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. 1, 2 NOC ഫോർ യൂസ് ഓഫ് ഓഫീസ് പ്രമിസസ്. 3 ഫോട്ടോസ്. നമ്മൾ സെക്ഷൻ 10 ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞു, അസോഫിനോ മാൻഡേറ്ററി അറ്റാച്ച്മെൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫോട്ടോ. 10A നമ്മൾ INC 20A ഫോമിനകത്ത് അതിൻ്റെ റിക്വയർമെൻറ്റ് ഭാവിയിൽ ഒരു പക്ഷേ അവർ മാറ്റിയേക്കാം. പക്ഷേ അസോഫിനോ അത് മാൻഡേറ്ററി ആണ്. INC 22 യഥാർത്ഥത്തിൽ അത് ലോജിക്കലിയും കൂടി നമുക്ക് നോക്കുവാണെങ്കിൽ ആവശ്യമായ ഒരു സംഭവമാണ്. അത് അസോഫിനോ മാൻഡേറ്ററി ആണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഡയറക്ടർ ഇരിക്കുന്ന ഒരു ഫോട്ടോയും പുറത്ത് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പുറത്തെ ഒരു ബിൽഡിംഗ് കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോയുമാണ് ആവശ്യപ്പെടുക. അപ്പോൾ പൊതുവേ നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത്, പുറത്തെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ നെയിം ബോർഡ് ഉൾപ്പെടെയുള്ള ഫോട്ടോസ് കാര്യങ്ങളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ആ നെയിം ബോർഡിനകത്തും കുറച്ച് കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ആയിട്ട് വേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ സബ്സെക്ഷൻ 1 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ ഒരു സ്പെസിഫിക്കലി ഒരു കാര്യം പറയുന്നുണ്ട്. കമ്പനി ഷാൽ വിത്തിൻ 30 days ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ആൻഡ് അറ്റ് ഓൾ ടൈംസ് ദെയർ ആഫ്റ്റർ ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് കേപ്പബിൾ ഓഫ് റിസീവിംഗ് ആൻഡ് അക്നോളജിങ് ഓൾ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നോട്ടീസസ് ആസ് മേ ബി അഡ്രസ് ടു ഇറ്റ്. ഇപ്പോൾ സ്പെസിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ചുറ്റും കാണാൻ സാധിക്കും ഒത്തിരിയേറെ വെർച്വൽ ഓഫീസ് സ്പേസുകൾ വരാറുണ്ട്. അതായത് ഫിസിക്കൽ പ്രസൻസ് യഥാർത്ഥത്തിൽ അവിടെ നമ്മുടെ ഇല്ല. ജസ്റ്റ് ഒരു ഓഫീസ് നമ്മൾ വെർച്വലി എടുത്തിടുവാണ് ഫോർ ദ പർപ്പസ് ഓഫ് ഈ പറയുന്ന അക്നോളജിങ് ഓൾ കമ്മ്യൂണിക്കേഷൻസ്. അതായത് എന്തെങ്കിലും കത്തുകൾ കമ്പനിയുടെ ബിഹാഫിൽ റിസീവ് ചെയ്യാനും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും നോട്ടീസ് കമ്പനിയുടെ പേരിൽ വരികയാണെങ്കിൽ അത് റിസീവ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഒരു വെർച്വൽ ഓഫീസ് സ്പേസ് എടുത്തിടുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കും, ചിലപ്പോൾ എന്തുകൊണ്ട് ഫിസിക്കലി അവിടെ ആരും പ്രസൻസ് വേണ്ട, അങ്ങനെ നിയമത്തിൽ പറഞ്ഞിട്ടില്ലേ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം ആരെങ്കിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് നിയമത്തിൽ കൊടുത്തിട്ടില്ല. ആകെയുള്ള റിക്വയർമെൻറ്റ് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ടാവണം ഫോർ ദ പർപ്പസസ് ഓഫ് അക്നോളജിങ് ഓൾ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നോട്ടീസസ് അസ് മേ ബി അഡ്രസ് ടു ഇറ്റ്. അവിടെ നമ്മുടെ ആരുടെയും, അതായത് ഓഫീസ് കമ്പനിയുടെ ഡയറക്ടറിൻ്റെ ഫിസിക്കൽ പ്രസൻസ് വേണമെന്ന് അവിടെ ആവശ്യപ്പെടുന്നില്ല. അതുപോലെ കമ്പനിയിലെ എംപ്ലോയീസിന് പ്രസൻസ് അവിടെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിയമപ്രകാരം നോക്കുവാണെങ്കിൽ സ്ട്രിക്ട്ലി അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് എല്ലാവരും ഇപ്പോൾ വെർച്വൽ ഓഫീസ് സ്പേസുകൾ എടുക്കുന്നത്. സോ ദാറ്റ് ഡയറക്ടേഴ്സിനാണെങ്കിലും ഇല്ലെങ്കിൽ ഓഫീസിലെ എംപ്ലോയീസ് ആണെങ്കിലും വീട്ടിലിരുന്നാണെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെവലിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത, ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഇൻ ദ സെൻസ് ഓൺ ഡേ ടു ഡേ ബേസിസ് കമ്പനിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ്. അപ്പോൾ ഇവർ ഈ ഓഫീസിൽ വരണ്ടേ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കമ്പനീസ് ആക്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക ഡസൻ മീൻ ഓഫീസിൽ ഡേ ടു ഡേ വരണം എന്നുള്ളൊരു മീനിങ്ങിലേക്ക് പോകുന്നില്ല. വീട്ടിലിരുന്നാണെങ്കിലും ബാക്കിയുള്ള സമയങ്ങളിലാണെങ്കിലും ഓഫീസിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇത് തമ്മിൽ മിക്സപ്പ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചിലവർ ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്തെന്നുള്ളൂ. എനിവേ, going forward, the company shall furnish to the registrar verification of its registered office within a period of
30 days of its incorporation in such manner as may be prescribed. ഈ സച്ച് മാനർ as may be prescribed എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോം INC 22 നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് ഡോക്യുമെൻസിൻ്റെ ഉൾപ്പെടെ ഫയൽ ചെയ്യുന്നതാണ്. ഓക്കെ. നൗ every company shall paint or affix its name and the address of its registered office and keep the same painted or affixed on the outside of every office or place in which its business is carried on in a conspicuous position in legible letters, and if the characters employed therefore are not those of the language or of one of the languages in general use in that locality, also in the characters of that language or of one of those languages. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഈ പേര് നമ്മൾ ലെജിബിൾ ക്യാരക്ടേഴ്സിൽ ഓഫീസിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് വെക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ലൊക്കാലിറ്റിയിൽ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ലാംഗ്വേജിലാണ് നമ്മൾ ആ പേര് എഴുതി വെച്ചേക്കണമെങ്കിൽ ആ ലൊക്കാലിറ്റിയിലെ ലാംഗ്വേജിലും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ പർട്ടിക്കുലർ പേര് നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. നൗ മൂവിങ് ഫോർവേഡ്, ഇനി കമ്പനിക്ക് ഒരു സീൽ ഉണ്ടെങ്കിൽ ഈ സീലിനകത്ത് നമ്മൾ ആ പേര് കാണിക്കേണ്ടിയിരിക്കുന്നു. കമ്പനി ഏതെങ്കിലും ലെറ്റർ ഹെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ലെറ്റർ ഹെഡിനകത്ത് കമ്പനിയുടെ പേര്, കമ്പനിയുടെ സിൻ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് മെയിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കണം. രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സ് നമ്മൾ കാണിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ സെക്ഷൻ 12 പറയുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി ആ സബ്സെക്ഷൻ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ക്ലോസ് സീനകത്ത് കാണാം, get its name, address of its registered office and corporate identity number along with telephone number, fax number if any, email address and website addresses if any, printed on all its business letters, billheads, letter papers and in all its notices and other official publications. അപ്പോൾ ലെറ്റർ ഹെഡ് കമ്പനിയെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ലെറ്റർ ഹെഡിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നാണ് പറയുന്നത്. ഈ എല്ലാ ഡീറ്റെയിൽസും തന്നെ നമ്മൾ നമ്മളുടെ കമ്പനിയുടെ നെയിം ബോർഡിലും വെക്കാറുണ്ട്. പൊതുവെ നെയിം ബോർഡ് വെക്കുമ്പോഴത്തേക്കും കമ്പനിയുടെ പേരുണ്ടാവും, സിൻ നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ടാവും, ഈ പറഞ്ഞ കോൺടാക്ട് ഡീറ്റെയിൽസ് അതായത് മെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ചിലവരൊക്കെ GST നമ്പർ ഉൾപ്പെടെ, നമ്മൾ GST എടുത്തിട്ടുണ്ടെങ്കിൽ GST നമ്പർ ഉൾപ്പെടെ നമുക്ക് അതിനകത്ത് കാണിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ഇത് തന്നെയാണ് ലെറ്റർ ഹെഡിനകത്തും. ഒരു ബിസിനസ്സിൻ്റെ കമ്പനിയുടെ ലെറ്റർ ഹെഡ് അല്ലെങ്കിൽ ലെറ്റർ പാഡൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ആ പേപ്പറിൻ്റെ ഹെഡിങ്ങിൽ നമ്മൾ വെക്കാറുണ്ട്, ലെറ്റർ ഹെഡിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ലെറ്റർ ഹെഡിനകത്തും ഈ ഡീറ്റെയിൽസ് ഒക്കെ വരേണ്ടതായിട്ടുണ്ട്. Now moving forward, provided that where a company has changed its name or names during the last 2 years, it shall paint or affix or print, as the case may be, along with its name, the former name or names so changed during the last 2 years as required under clauses A and C. അതായത് കമ്പനി ഇപ്പോൾ സപ്പോസ് നെയിം ചേഞ്ച് ചെയ്യുകയാണ്, ABC ലിമിറ്റഡ് എന്നൊന്ന് മാറ്റിയിട്ട് നമ്മൾ XYZ ലിമിറ്റഡ് എന്നാക്കി. 2 വർഷക്കാലത്തേക്ക് വരെ ഈ പഴയ പേരും കൂടി നമ്മൾ ആ പറയുന്ന നമ്മുടെ നമ്മുടെ നെയിം ബോർഡിനകത്ത് കാണിച്ചിട്ടുണ്ടാവണം എന്നാണ് സബ്സെക്ഷൻ അല്ല പ്രൊവിസോ ടു സബ്സെക്ഷൻ 3 പറയുന്നത്. മൂവിങ് ഫോർവേഡ്, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ദ വേർഡ്സ് വൺ പേഴ്സൺ കമ്പനി ഷാൽ ബി മെൻഷൻ ഇൻ ബ്രാക്കറ്റ്സ് ബിലോ ദ നെയിം ഓഫ് സച്ച് കമ്പനി വേർ എവർ ഇറ്റ്സ് നെയിം ഈസ് പ്രിന്റഡ്. OPC ആണെങ്കിൽ വൺ പേഴ്സൺ കമ്പനി എന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റിൽ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചിരിക്കണം. OPC is a form of private limited company. Notice of every change of situation of registered office verified in the manner prescribed after the date of incorporation of the company shall be given to the registrar within 15 days of the change, who shall record the same. അപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് പിന്നീട് എപ്പോഴെങ്കിലും മാറുകയാണെങ്കിൽ, ഇൻകോർപ്പറേഷന് ശേഷമുള്ള ആ 30 ഡേയ്സിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് വരികയാണെങ്കിൽ വിത്തിൻ 15 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യണം, അത് INC 22 നമ്മൾ അറിയിക്കണം, ROCനെ അറിയിക്കണം. എക്സെപ്റ്റ് ഓൺ ദ അതോറിറ്റി ഓഫ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്. ഇനി അടുത്തത് പറയുന്നതാണ്, നമ്മളിപ്പോൾ സപ്പോസ് നമ്മളുടെ ടൗണിൽ നിന്ന് പുറത്തേക്ക്, നമ്മളുടെ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് സിറ്റി ടൗണിൽ നിന്ന് മാറിയിട്ട് വേറൊരു ഡിസ്ട്രിക്റ്റിലേക്കോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് സിറ്റി നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുവാണെങ്കിൽ, നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിന്നുകൊണ്ടല്ലാതെ പുറത്തേക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടി വരും. അതായത് മെമ്പേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കണം, അതും സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ, എന്താണ് ഓർഡിനറി റെസൊല്യൂഷൻ. അതായത് വോട്ട്സ് കാസ്റ്റ് ഇൻ ഫേവർ ഷാൽ ബി അറ്റ്ലീസ്റ്റ് 3 times ദാറ്റ് ഓഫ് വോട്ട്സ് കാസ്റ്റ് അഗെയിൻസ്റ്റ്. അപ്പോൾ അനുകൂലമായി വോട്ട് ചെയ്തവർ അറ്റ്ലീസ്റ്റ് 3 ഇരട്ടി ആയിരിക്കണം എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തവരെക്കാൾ കൂടുതൽ. അതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോക്കൽ ലിമിറ്റ്സിന് പുറത്തേക്ക് രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റാൻ പറ്റില്ല. ഇനി വേറെ ബാക്കി പറയുകയാണെങ്കിൽ ലോക്കൽ ലിമിറ്റ്സിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് മതിയാവും, ഇപ്പോൾ ബോർഡ് റെസൊല്യൂഷൻ മാത്രം മതി. ബോർഡ് റെസൊല്യൂഷൻ മാത്രം പാസ്സാക്കിക്കൊണ്ട് നമുക്കതിന് സാധ്യമാവും.
Now, moving forward, provided that no company shall change the place of its registered office from the jurisdiction of one registrar to the jurisdiction of another registrar within the same state unless such change is confirmed by the regional director on an application made in this behalf by the company in the prescribed manner. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോക്കൽ ലിമിറ്റ്സിന് പുറത്തേക്ക് പോകുന്ന ഒരു കേസ് പഠിച്ചു. ഇനി രണ്ടാമതായി പറയുന്നു ഒരു രജിസ്ട്രാറിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് ഒരു രജിസ്ട്രാറിൻ്റെ അധികാര പരിധിയിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരള ROCയുടെ അടുത്തുനിന്ന് കർണാടക ROCയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ബാംഗ്ലൂർക്ക് നമ്മൾ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാം. അവിടെ ഈ പറയുന്ന പോലെ SR മാത്രം, സ്പെഷ്യൽ റെസൊല്യൂഷൻ മാത്രം പാസ്സാക്കിയ കാര്യമില്ല, റീജിയണൽ ഡയറക്ടറിൻ്റെ അപ്രൂവലും കൂടി നമുക്ക് എടുക്കേണ്ടി വരും. അതിന് സെപ്പറേറ്റ് ഫോം കാര്യങ്ങളൊക്കെ നമ്മൾ ഫയൽ ചെയ്യും. പോരാത്തതിന് കുറച്ച് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. ഇൻ ദ സെൻസ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു സിറ്റുവേഷനിൽ പബ്ലിക് നോട്ടീസൊക്കെ കൊടുത്ത് എല്ലാവരും അറിയിച്ചതിനും ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഓൾസോ ഇതിനകത്ത് ഒരു സപ്പോസ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇഫ് ദ രജിസ്ട്രാർ ഹാസ് റീസണബിൾ കോസ് ടു ബിലീവ് ദാറ്റ് ദ കമ്പനി ഈസ് നോട്ട് ക്യാരിങ് ഓൺ എനി ബിസിനസ് ഓർ ഓപ്പറേഷൻസ്, he may cause a physical verification of the registered office of the company in such manner as may be prescribed, and if any default is found to be made in complying with the requirements of subsection 1, he may, without prejudice to the provisions of subsection 8, initiate action for the removal of the name of the company from the register of companies under chapter 18. സോ ഇതിനകത്ത് പറയുന്നത് രജിസ്ട്രാർക്ക് ഒരു സഫീഷ്യൻറ്റ് റീസൺ ഉണ്ട് വിശ്വസിക്കാനായിട്ട്. എന്തിന്? കമ്പനിയിൽ പ്രത്യേകിച്ച് ബിസിനസ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്റേർഡ് ഓഫീസ് ഇൻസ്പെക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് തോന്നുവാണ് ഇത് എല്ലാം ഉടായ്പ കേസാണ്, അല്ലെങ്കിൽ ഇത് ഷെൽ കമ്പനിയായിട്ട് ഫോം ചെയ്തേക്കാണ്, പ്രത്യേകിച്ച് ബിസിനസ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, എക്കണോമിക് നഷ്ടം മാത്രമാണുള്ളൂ എന്ന് തോന്നുവാണെങ്കിൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യും? സ്ട്രൈക്ക് ഓഫിനുള്ള ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാം. നമ്മൾ ഇതേ ഒരു സംഭവം തന്നെ മുന്നേ നമ്മൾ സെക്ഷൻ 10A കണ്ടു. ഈ പറഞ്ഞ ഫയലിംഗ് 10A ഫയലിംഗ് നടന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയിലെ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല, ഈ പ്രൊസീജിയർ 10A പ്രകാരം ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് ഈ പവർ അവിടെയും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സെക്ഷൻ 12 എന്താണ് പറയുന്നത്? രജിസ്റ്റേർഡ് ഓഫീസ് ഫയലിങ്സിനെ പറ്റിയാണ് പറയുന്നത്. വിത്തിൻ 30 ഡേയ്സിനെ പറ്റി നമ്മൾ ഫസ്റ്റ് ഫയലിംഗ് കണ്ടു. സെക്കൻഡ്, പിന്നീട് എപ്പോൾ ഫയലിങ്സ് നടന്നാലും, പിന്നീട് എപ്പോൾ ഷിഫ്റ്റ് നടന്നാലും, രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഷിഫ്റ്റ് നടന്നാലും വിത്തിൻ 15 ഡേയ്സ് നമ്മൾ ROCനെ അറിയിക്കണം. ഇനി ഔട്ട്സൈഡ് ദ ലോക്കൽ ലിമിറ്റ്സ് പോവുകയാണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഒരു രജിസ്ട്രാറിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് മറ്റൊരു ROCയിലേക്ക് പോവുകയാണെങ്കിൽ, ROCയുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ RDയുടെ അപ്രൂവൽ നമുക്ക് ആവശ്യം വരും, റീജിയണൽ ഡയറക്ടറിൻ്റെ അപ്രൂവൽ ആവശ്യം വരും. പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്, പബ്ലിക് നോട്ടീസൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ നെയിം ബോർഡ് കാര്യങ്ങൾ വെക്കുമ്പോൾ ഇല്ലെങ്കിൽ ലെറ്റർ ഹെഡിനകത്ത് നിന്നൊക്കെ ഡീറ്റെയിൽസ് വരുമെന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കമ്പനിയുടെ പേര്, സിൻ നമ്പർ, ഒഫീഷ്യൽ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ്, മെയിൽ ID, ബാക്കിയുള്ള സിൻ നമ്പർ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ GSTN ഉണ്ടെങ്കിൽ GSTN നമ്മൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ് വാസ് ഓൾ അബൌട്ട് സെക്ഷൻ 12. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്, ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ കാര്യങ്ങൾ കാണും. അത് കഴിഞ്ഞിട്ടുള്ള കുറേ സെക്ഷൻസ് നമുക്ക് ജനറലി സ്കിപ്പ് ചെയ്യാൻ പാകത്തിനുള്ള സെക്ഷൻസ് ആണ്. ആൻഡ് ബൈ ദാറ്റ് നമ്മൾ ഈ പർട്ടിക്കുലർ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ആൻഡ് ദെൻ നമ്മൾ മൂവ് ചെയ്യുക കുറച്ചും കൂടി ടെക്നിക്കലായിട്ടുള്ള ഒരു ഏരിയയിലേക്കായിരിക്കും. നമ്മൾ ഷെയർ ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കാര്യങ്ങളും, ഇല്ലെങ്കിൽ പ്രോസ്പെക്ട്സ്, ഷെയർ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, മറ്റ് ബോണസ് ഇഷ്യൂ, റൈറ്റ്സ് ഇഷ്യൂ എന്നില്ല നമ്മുടെ കുറേ ടെക്നിക്കലായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. സോ എനിവേ ഇന്നത്തെ ഒരു ഡിസ്കഷൻ, ഈ ഒരു സെക്ഷൻ ഇത്രയേ ഉള്ളൂ. എനിവേ അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.